നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മധ്യേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്ത്? ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് ശേഷം അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് നിരവധി മിസൈൽ ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. മധ്യ തെക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തു. പൂർണ്ണ ജാഗ്രതയിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ആളപായങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളുണ്ടായി. വരും മണിക്കൂറുകളിലും ഇറാൻ ഈ ആക്രമണം തുടർന്നാൽ സമാനതകളില്ലാത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. ഇതുവരെ കാണാത്ത വിധം അമേരിക്ക അതിശക്തമായി ഇറാനുമേൽ ആക്രമണം നടത്തും. ഇറാൻ ഇന്ന് വളരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര ശക്തിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു തിരിച്ചടിക്ക് ശ്രമിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി അമേരിക്ക ഉപയോഗിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ സംയുക്ത ആക്രമണത്തെ തുടർന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. അതിനുശേഷം മുന്നോട്ടുള്ള വഴി ഉൾപ്പെടെ എല്ലാ സാഹചര്യങ്ങൾക്കും ഇറാൻ തയ്യാറാണ് എന്ന് പാർലമെന്റ് സ്പീക്കർ പറയുന്നു. ഇത്തരമൊരു നിമിഷം ഞങ്ങൾ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ സ്വയം നടത്തി. എല്ലാ സാഹചര്യങ്ങളും നേരിടാൻ ഇറാൻ തയ്യാറാണ്. സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നമ്മുടെ ചുവപ്പ് രേഖകൾ ലംഘിച്ചു. അതിന്റെ അനന്തരഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. പരിവർത്തന പ്രക്രിയയിലേക്ക് ഇറാൻ കടന്നു എന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി ഇക്കാര്യം ആവർത്തിച്ചു. ഒരിടക്കാല നേതൃത്വ കൗൺസിൽ ഞങ്ങൾ രൂപീകരിച്ചു. അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രസിഡന്റ്, ജുഡീഷ്യറി മേധാവി, ഗാർഡിയൻ കൗൺസിലിൽ ഒരു നിയമജ്ഞൻ എന്നിവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇസ്രായേലിന് നേർക്ക് മാത്രമല്ല UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ പുനരാരംഭിച്ചു. ദുബായ്, ദോഹ, ബഹ്റിൻ തലസ്ഥാനമായ മനാമ എന്നിവിടങ്ങളിൽ അതിശക്ത സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ ഒരു ആഭ്യന്തര അനൈക്യം ഉടലെടുക്കുമെന്ന ഭീതി ഇറാൻ ഭരണകൂടത്തിൽ ശക്തം. ഇറാനെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി മുന്നറിയിപ്പ് നൽകി. ഇറാനെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ അത് ഞങ്ങൾ സഹിക്കില്ല എന്നോർക്കണം. നിങ്ങൾ അതിശക്തമായ തിരിച്ചടികൾ നേരിടും. ഇറാൻ സായുധ സേനാ മേധാവി അബ്ദുൾ റഹൂം മൗസവി കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാൻ ടിവിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അവരുടെ സേനാ മേധാവി കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ ടെല്ലവീവിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പതിറ്റാണ്ടുകളായി ഇറാന് ദിശാബോധം നൽകി മുൻനിരയിലുണ്ടായിരുന്നത് ഒരേ ഒരു ഖമനേയി മാത്രം. അതുകൊണ്ട് തന്നെ ഖമനേയില്ലാത്ത ഇറാൻ ഇനി എങ്ങനെ ഈ ആക്രമണങ്ങളെ നേരിടും? സ്വന്തം രാജ്യത്തെ പ്രതിഷേധങ്ങൾ അടിച്ചൊതുക്കി സ്വന്തം ജനതയെ കൊന്നൊടുക്കി ഏകാധിപതിയായി ഇതുവരെ വാണ ഖമനേയിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 2 വ്യോമസേനകൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണം. ഈ ആക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടത്. ഒരു ഭരണകൂടം എന്ന നിലയിൽ ഖമനേയിയുടെ കൊലപാതകം ഇറാന് കനത്ത പ്രഹരമാണ്. ഇറാന്റെ ഈ ഭരണ സംവിധാനത്തിൽ സായുധസേനയുടെ പരമോന്നത കമാൻഡും യുദ്ധം പ്രഖ്യാപിക്കാനും സൈനിക മേധാവികളും ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള മുതിർന്ന വ്യക്തികളെ നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം ഒരേ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. അത് ഖമനേയിൽ. അവസാന നിമിഷം വരെ തീരുമാനമെടുത്തത് ഖമനേയി മാത്രം. തന്ത്രപരമായ തീരുമാനങ്ങൾക്ക് ഖമനേയിയുടെ അനുവാദം അനിവാര്യമായിരുന്നു. 2025 ജൂണിൽ ഇറാന്റെ ഉന്നത സുരക്ഷാ മേധാവികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. കേന്ദ്ര തീരുമാനമെടുക്കൽക്കാരൻ എന്ന നിലയിൽ പിന്നീട് ഖമനേയിയുടെ പങ്ക് കൂടുതൽ വ്യക്തമായി. ഇക്കഴിഞ്ഞ വർഷം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർമാരുടെ വലിയ നഷ്ടം ഇറാനെ തളർത്തിയിരുന്നു. ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രാദേശിക തന്ത്രത്തിനും ഇറാൻ ഭരണകൂടം ആശ്രയിക്കുന്നത് ഒരേ ഒരു ഖമനേയിയെ മാത്രം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശത്രുക്കളോട്, പ്രത്യേകിച്ച് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പെരുമാറ്റം അങ്ങേയറ്റം ധിക്കാരപൂർവമായിരുന്നു ഖമനേയിയുടെ ഭാഗത്തു നിന്ന്. ഇത് പലപ്പോഴും ട്രംപിനെ ചൊടിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേർക്ക് നടത്തിയ ഭീകരാക്രമണം. ഇതാണ് ഇറാൻ പ്രോക്സികളുടെ നട്ടെല്ലൊടിച്ച സംഭവങ്ങളുടെ തുടക്കം. ഭീകര സംഘടനയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ നിശ്ചയിച്ചുറപ്പിച്ച് ഗസ മുനമ്പിലേക്ക് തങ്ങളുടെ സേനയെ അയച്ചു. പിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ളയെ നിർവീര്യമാക്കി.
യമനിലെ ഹൂതികൾക്ക് നേരെയും ഇസ്രയേൽ തിരിഞ്ഞു. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ ജൂൺ 12-ന് ഇറാന് നേർക്ക് നടത്തിയ 12 ദിന യുദ്ധം. ഖമനേയിയുടെ മരണത്തിന് ശേഷം മകൻ മൊജ്തബയെ പിൻഗാമിയായി ചിലർ ഉയർത്തിക്കാട്ടുന്നു. IRGCയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് മൊജ്തബ. ഖമനേയിയുടെ ഓഫീസ് മേധാവി മുഹമ്മദ് ഗോൾപയെ ഖാനി, മുൻ വിദേശകാര്യമന്ത്രിമാരായ അലി അക്ബർ വെലായതി, കമാൽ ഖരസി, ശക്തനായ മുൻ പാർലമെന്ററി സ്പീക്കർ അലി ലാരിജാനി എന്നിവരും മറ്റ് ഉന്നത ലഫ്റ്റനന്റുമാരിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനിടയിൽ ആരൊക്കെ ഇനി ബാക്കി ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആരധികാരത്തിൽ ഇനി വന്നാലും ഭരണകൂടം ഇല്ലാതാകണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇസ്രയേലും അക്കാര്യം നിശ്ചയിച്ചുറപ്പിച്ചു. ഇപ്പോഴത്തെ ഭരണകൂടത്തെ പൂർണ്ണമായി തൂത്തെറിയും. ഖമനേയിയുടെ കൊലപാതകം ഇറാനിലെ ജനക്കൂട്ടത്തെ ഒരുപക്ഷെ ധൈര്യപ്പെടുത്തിയേക്കും. ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ് എങ്കിലും ഇറാൻ നേരിട്ട് അമേരിക്കയെ ആക്രമിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. അമേരിക്കയിലേക്ക് മിസൈൽ അയക്കുക അത്ര എളുപ്പമല്ല. അതിന് പകരം ഗൾഫിലെ US സേനാ താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഗൾഫ് മേഖലയിലുള്ള US സേനാ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ US സൈനികർക്ക് നേരിട്ടുള്ള തിരിച്ചടി നൽകും എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ US സേനാ കേന്ദ്രങ്ങളെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളെ കൂട്ടത്തോടെ ആക്രമിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ പ്രതികാരം തീർക്കുന്നു. ഇറാൻ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് ഒമാൻ എന്ന ഒരൊറ്റ രാജ്യത്തെ. ഏതെങ്കിലും തലത്തിൽ ഒരു നയതന്ത്ര ഇടപെടൽ വേണമെങ്കിൽ ഒമാനെ ആശ്രയിക്കാനാണ് ഇറാൻ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് മൈലുകൾക്കകലെ അമേരിക്കയെ ആക്രമിക്കുക അത്ര എളുപ്പമല്ല. ഇറാനെ സംബന്ധിച്ച് ഇത് അസാധ്യമാണ്. എന്നാൽ ആ ദൂരം അത്രയും പിന്നിട്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രയേലിന്റെ പൂർണ്ണ സഹകരണത്തോടെ. ഇസ്രയേൽ ഒരുക്കുന്ന സുരക്ഷിത താവളങ്ങളുടെ ബലത്തിലാണ് അമേരിക്ക ഇറാന് നേർക്കിപ്പോൾ ആക്രമണം തൊടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തിയാൽ ഗൾഫ് മേഖലയിൽ നിന്ന് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കാം എന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. നേരത്തെ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമപാത തുറന്നു തരില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ ശഠിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിൽ ഉറച്ചു നിന്നുകൊണ്ട് അമേരിക്ക തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു. മറുവശത്ത് ലോകം ഭയക്കുന്ന ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കേൾക്കുന്നത്. ഇസ്രയേലിന്റെ 200 പോർ വിമാനങ്ങൾ 500-ലേറെ സ്ഥലങ്ങളിലാണ് വലിയ സ്ഫോടനങ്ങൾ നടത്തിയത്. ഭീകരമായ ബോംബാക്രമണങ്ങൾ. ഖമനേയെ വധിക്കാൻ ആ ഒരൊറ്റ കൊട്ടാരം കേന്ദ്രീകരിച്ച് 30 ബോംബുകളാണ് അവർ വർഷിച്ചത്. ഇസ്രയേൽ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുന്ന ആക്രമണമാണ് ഒരു വശത്ത് നടക്കുന്നത്. 200 പോർ വിമാനങ്ങൾ ഒരുമിച്ച് ചെന്ന് ആകാശം കീഴടക്കി ഇറാനെ വിറപ്പിക്കുന്ന കാഴ്ച. പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. ആയത്തുള്ള അലി ഖമനേയിയുടെ രണ്ടാമത്തെ മകനാണ് 55 വയസ്സുകാരനായ മൊജ്തബ ഖമനേയി. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇയാൾ സജീവമാണ്. ഔദ്യോഗിക പദവികളെക്കാൾ ഉപരി അധികാരത്തിന്റെ ചാലകശക്തിയായി അറിയപ്പെടുന്നു. പിതാവിന്റെ ഓഫീസും ഇറാന്റെ സുരക്ഷാ സൈനിക വിഭാഗങ്ങളും തമ്മിലുള്ള നിർണായക കണ്ണിയാണ് മൊജ്തബ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പാരാമിലിറ്ററി വിഭാഗമായ ബാസിച്ച് എന്നിവരുമായി അദ്ദേഹത്തിന് ദൃഢമായ ബന്ധം. മതപണ്ഡിതൻ കൂടിയാണ് മൊജ്തബ. മുൻപ് മഹ്മൂദ് അഹ്മദ് ജാനെ പോലെയുള്ള നേതാക്കളെ പിന്തുണച്ചിരുന്നു അദ്ദേഹം. ഖമനേയിയുടെ മരണത്തെ തുടർന്ന് അടുത്ത പരമോന്നത നേതാവായി മൊജ്തബയെ ഉയർത്തിക്കാട്ടുകയാണ് ഇറാൻ. എന്നാൽ മൊജ്തബയുടെ നെറ്റിയിൽ തങ്ങൾ ചുട്ടികുത്തിക്കഴിഞ്ഞു എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന്റെ പാരമ്പര്യം കുടുംബവാഴ്ചയ്ക്കെതിരാണ് എന്ന വാദം മാത്രമാണ് മൊജ്തബയ്ക്ക് തടസ്സം. ഖമനേയി നേരത്തെ മൊജ്തബയുടെ കടന്നുവരവിനെ അനുകൂലിച്ചിരുന്നില്ല. ഇറാന്റെ തിരിച്ചടികൾ അത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് യുദ്ധ നിരീക്ഷകർ പറയുന്നു. അമേരിക്ക ഏറ്റവും ശക്തമായി ആക്രമിക്കാൻ വീണ്ടും തീരുമാനിച്ചാൽ ഇറാന്റെ നില പരിതാപകരമാകും. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലത്തേതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇന്ന് ഇറാൻ നടത്തി. നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ തൊടുക്കുന്നത്. ബഹ്റിനിൽ വ്യാപകമായി സൈറൺ മുഴങ്ങി. ദുബായിൽ നിരവധി തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. യുഎസും ഇസ്രയേലും സംയുക്തമായി ഇറാന് നേർക്ക് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തിയത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ. യുഎസിനെയും ഇസ്രായേലിനെയും എതിരെ നേരിട്ടുള്ള ആക്രമണമല്ല ഇറാൻ പദ്ധതിയിട്ടത്. മറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ കനത്ത തിരിച്ചടി ഉണ്ടായത് ലോകത്തെ വീണ്ടും പരിഭ്രാന്തിയുടെ മുൾമുനയിലാക്കി. UAE കേന്ദ്രീകരിച്ച് അബുദാബി, ദുബായ് എന്നീ മേഖലകളിലാണ് ആക്രമണങ്ങളുടെ മുഖ്യ കേന്ദ്രം.
ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് പുറമെ ജനവാസ കേന്ദ്രങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വരെ അടച്ചിട്ടു. ഗൾഫ് മേഖലയിലുള്ള വ്യോമപാത പൂർണ്ണമായി അടച്ചു. ഇറാന്റെ തിരിച്ചടികൾക്കിടയിൽ ഇപ്പോഴിതാ ടെഹ്റാനിൽ വൻ സ്ഫോടന പരമ്പരയാണ് നടക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഞായറാഴ്ച രാവിലെ മുതൽ ദുബായിൽ 4 വലിയ സ്ഫോടനങ്ങൾ കേട്ടുവെന്നാണ് CNN സംഘം പറയുന്നത്. ദുബായ് ഉറക്കമുണർന്ന നിവാസികൾ നേരത്തെ രാത്രിയിലുണ്ടായിരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ജബലാലി തുറമുഖ പ്രദേശത്ത് കട്ടിയുള്ള കറുത്ത പുകപടലങ്ങൾ ഉയരുന്നത് കണ്ടു. ദുബായ് ബിസിനസ് ബേക്ക് മുകളിലും കനത്ത വ്യോമാക്രമണം. വാണിജ്യ തുറമുഖത്ത് വലിയ തീപിടുത്തത്തിന് ചില സ്ഫോടനങ്ങൾ ഇടയാക്കി. ജബലാലി തുറമുഖത്തെ ഒരു ബെർത്തിലാണ് തീപിടുത്തമുണ്ടായത്. വ്യോമാക്രമണത്തിന്റെ ഫലമായി ഉണ്ടായ അവശിഷ്ടങ്ങൾ വീണാണ് തീപിടുത്തമുണ്ടായത് എന്ന് ദുബായ് അധികൃതർ പറയുന്നു. ഖത്തറിലെ ദോഹയിൽ ഇന്ന് രാവിലെ മുതൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടുവെന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഖമനേയുടെ മരണത്തിൽ ഇറാന്റെ പല തെരുവുകളിലും ജനങ്ങൾ നൃത്തം വെച്ച ആഘോഷത്തിമിർപ്പിലാണ്. ലണ്ടനിലും ആഘോഷങ്ങൾ. ഇതുവരെയുള്ള ആക്രമണ രീതികൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഖമനേയുടെ കൊലപാതകം മാത്രമല്ല, ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിരവധി സൈനിക ഉദ്യോഗസ്ഥരെയും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തെയുമാണ്. മറുവശത്ത് ഇറാൻ പൂർണ്ണമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ച. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഏറ്റവും കടുത്ത തലത്തിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.